നിറച്ച് വിശേഷങ്ങളും കുറേ പാട്ടുകളും ഒക്കെ ആയിട്ട് ഇവിടെ സുന്ദരി സുന്ദരന്മാരായിട്ട് കുറെ പേര് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. കുഞ്ഞി പാട്ടുകാരും വലിയ പാട്ടുകാരും ഒക്കെ ഇവിടെ റെഡിയാണ്. നമ്മുടെ കുട്ടി പാട്ടുകാരുടെ കൂട്ടുകാരും റെഡിയാണ്. നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ഉണ്ണി അങ്കിൾ, MJ അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം ആര്യ ചേച്ചി. ഇവിടെ പല ഡെഡിക്കേഷൻ റൗണ്ട്സ് വന്നപ്പോഴും നമ്മുടെ ഡെഡിക്കേഷൻ റൗണ്ടിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സോങ് ഡെഡിക്കേഷൻസ് പോയിട്ടുള്ളത് അച്ഛന്മാർക്ക് അല്ലെ. അപ്പോഴൊക്കെ ആര്യ ചേച്ചി പറയുന്ന കാര്യമാണ് ആര്യ ചേച്ചിക്കും ആര്യ ചേച്ചിയുടെ അച്ഛൻ ഭയങ്കര ഫേവറേറ്റ് ആണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ കുറെ മെമ്മറീസുമായിട്ട് വേറൊരു മോള് വരികയാണ്. അച്ഛനൊരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട്, ഡെഡിക്കേഷൻ റൗണ്ടിൽ പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ തൃശ്ശൂർക്കാരി അനുഷ്ക എത്തുന്നു. ലെറ്റ്സ് വെൽക്കം അനുഷ്ക ഓൺ സ്റ്റേജ്. സുന്ദരി കുട്ടിയായിട്ട് മലയാളി മങ്കയായിട്ട് വന്നിരിക്കുകയാണ്. മിടുക്കി കുട്ടി. എപ്പോഴും ഈ കോസ്റ്റ്യൂം എന്ത് അടിപൊളിയാണെന്നറിയോ. കളർ കോമ്പിനേഷൻ അല്ലേ, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭയങ്കര രസമാണ്. അത് സ്റ്റൈൽ ചെയ്തിരിക്കുന്ന രീതിയും ഇവിടെ ആ പ്ലീറ്റ്സ് ചെയ്തിരിക്കുന്നൊക്കെ ഭയങ്കര രസമാണ്. മദർ ഇസ് അമേസിംഗ്. അനുഷ്ക ഉണ്ണിച്ചേട്ടനെ കണ്ടില്ലേ? അമ്മ വന്നില്ല, അച്ഛനാ വന്ന്. അമ്മ തിരക്കാ. അടുത്തടുത്ത പാട്ടിന്റെ കോസ്റ്റ്യൂംസ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ തിരക്കാണ്. ഉണ്ണിയങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കുറച്ച് നാളായില്ലേ കണ്ടിട്ട്. അപ്പൊ മധുവങ്കൾ എവിടെ പോയി? എവിടെ പോയി? അതാണ് ഉണ്ണിയങ്ങളുടെ ചോദിക്കാനുള്ളത്. മധുവങ്കൾ എവിടെ പോയി? പറഞ്ഞു വിട്ടു. മധുവങ്കളെ മെഡിറ്റേഷൻ പോയിരിക്കണം. അതെ, വിശ്വസിച്ചു. ഞാനിങ്ങനെ എല്ലാ കാര്യം വിശ്വസിക്കും. ഒരാളെന്നോട് ഇപ്പൊ കള്ളാന്ന് പറഞ്ഞു വിചാരിക്കും, ഞാനത് വിശ്വസിക്കും. ബാക്കി എല്ലാരും ഇങ്ങനെ എന്നെ നോക്കി ചിരിക്കും. അത് വിശ്വസിച്ചു നിഷ്കളങ്കയാണ്. പിന്നെ ഒരാളിപ്പോ ചളി പറയുകയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ചിരിക്കണത് ഞാനായിരിക്കും. പോവാതെ പറഞ്ഞപ്പോ ഒരാളെ ചളി പറയുകയാണെങ്കിൽ അനുഷ്ക, അപ്പൊ ഇന്ന് ഡെഡിക്കേഷൻ ആർക്കാണ്? അച്ഛൻ. എന്തുകൊണ്ടാണ് അച്ഛന് ഡെഡിക്കേഷൻ? അച്ഛനാണ് എന്റെ മ്യൂസിക്കിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണ ആള്. അച്ഛൻ ഖത്തറിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ 3 വർഷമായി. അതിപ്പോ അച്ഛൻ ഖത്തറിക്ക് പോയിട്ടില്ല തിരിച്ചിട്ട്. എന്റെ പാട്ടിന് വേണ്ടി തന്നെ ഇങ്ങനെ കൊണ്ടു നടക്കാണ്. തീർച്ചയായിട്ടും ഇപ്പൊ അമ്മയും അച്ഛനും ഷോപ്പ് ബൊട്ടീക്കിൽ അപ്പൊ ഏത് പാട്ടാണ് അച്ഛൻ? കടലോളം വാത്സല്യം. താരാട്ടായി തരും അച്ഛൻ. അച്ഛന്റെ മഞ്ചരി സോങ് അല്ലേ? മ്യൂസിക് ബിജിപാൽ. എനിക്കറിയാം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകനാണ് ബിജിപാൽ. പിന്നെ ഇത് എഴുതിയിരിക്കുന്നത് അതും എനിക്കറിയാം, അനിൽ പനച്ചൂരാൻ. അനിലിലൂടെ ഒരുപാട് പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അനിൽ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല, അപ്പൊ അനിലിനെ ഓർക്കുകയാണ്. പാടിയിരിക്കുന്നത് മഞ്ചരി. മഞ്ചരി സൂപ്പർ സിംഗറാണ്. പിന്നെ സിനിമ മിന്നാമിന്നി കൂട്ടം. ഏത് വർഷം? 2008. ഈ പാട്ട് കേൾക്കാൻ പോകുന്നതിന് മുന്നേ നമുക്കൊരു വീഡിയോ കാണാം. ഓക്കെ? നീ പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാൽ നൂറഴക്, നീ പിടഞ്ഞാൽ എന്നുയിരിൽ കുരിരുള്. തിരയാ താളമില്ല നിന്നെ ചായുറക്കാൻ, മതിയാം രാഗമില്ല. ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമൊട്ടെ, മെല്ലെ പൂവിടു നീ വസന്തം കാത്തിരിപ്പൂ. ഒരാളവിടെ ഇരുന്നു പോയി നിലത്ത്. അത് ഞാൻ 6th പഠിക്കുമ്പോ ഖത്തറിൽ നിന്ന് വന്നാ സർപ്രൈസ് ആയിട്ട് വന്നു. അത് ഞാൻ എക്സാം എഴുതിയിട്ട് വരാം, ആനുവൽ എക്സാം. അപ്പോൾ അമ്മ സ്കൂളിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് അമ്മ അനിയത്തിനോട് പറഞ്ഞു പൈസ തന്നിട്ട് ഓട്ടോന്റെ പൈസ കൊടുക്ക്, വീട്ടിൽ പോട്ടെ വേഗം എന്ന് പറഞ്ഞിട്ട് അമ്മ പോയി. അവിടെ വീട്ടിൽ നിന്നിട്ട് എന്നിട്ട് പോയപ്പോ ഒരാളവിടെ ഇരുന്ന് ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടി. ഞാൻ വെച്ചാൽ എന്റെ വെല്ലിശനായിരിക്കും. പെട്ടെന്ന് നോക്കിയപ്പോ അച്ഛനെ കണ്ടപ്പോ പെട്ടെന്ന് ഭയങ്കര ഷോക്ക്. അതിന്റെ താഴെ കുറേ കമന്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനില്ലാത്ത മക്കളൊക്കെ വന്നിട്ട് കുറേ കമന്റ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കമന്റ് വന്നത് കുറെ പേര് കരഞ്ഞു എന്നുള്ളതാ.
അങ്ങനെയുള്ള ഈ അച്ഛന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് അല്ലേ? പാടിക്കോ മോളെ. ഓക്കെ. ഓൾ ദ ഓൾ ദ ബെസ്റ്റ് Thank you. സിദ്ധുകുട്ടി. അനുഷ്, എന്താ മകളെ, എന്ത് കുഞ്ഞു മകളെ, എന്താ? ഒത്തിരി സ്നേഹം കേട്ടോ താങ്ക് ഈ യു അച്ഛന് ഉള്ള ഡെഡിക്കേഷൻ. ഇവിടെ അച്ഛന്റെ പുന്നാര കുട്ടിയായിട്ടുള്ള ഒരാൾ എന്റെ അടുത്ത് തന്നെ ഉണ്ടേ. ആ ആൾ ആദ്യം പറയട്ടെ. അനുഷ്ക കുട്ടി, എന്ത്? ആ പ്രോഗ്രസ് ആണ് എന്നെ ഏറ്റവും ഇന്ന് അത്ഭുതപ്പെടുത്തുന്നത്. ആ ഫസ്റ്റ് പെർഫോമൻസ്, ഇതിപ്പോ 7th പെർഫോമൻസ് അല്ലേ? ഫസ്റ്റ് 7th കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് അനുഷ്ക കുട്ടിയുടെ പാട്ടിൽ വന്നിട്ടുള്ളത്. അമേസിങ്. താങ്ക് യു ചേച്ചി. ഫീല് വന്നിട്ടുണ്ട്. മാത്രല്ല ഈ പാട്ടിൽ ഒരു ഹാപ്പി മോഡ് പോയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്നൊരു സാഡ് സാധനം വരുന്ന ആ
ആ ഒരു ചേഞ്ച്, ആ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ ഭയങ്കര രസത്തില് ഉൾക്കൊണ്ടിങ്ങനെ പാടുകയാണ്. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സിംഗിങ്. താങ്ക് യു ചേച്ചി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുഞ്ഞു 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 സ്ഥലത്ത് അവിടെ ഇവിടെയായിട്ട് ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ടെന്നേ തോന്നിയുള്ളൂ. പക്ഷെ ആ ഒരു പ്രോഗ്രസ് കാണുമ്പോൾ അതൊന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല ഇന്ന്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എനിക്ക് ആ സ്റ്റാർട്ടിൽ പെട്ടെന്ന് അങ്ങ് തുടങ്ങി. എപ്പോഴും ഒരു പാട്ട് തുടങ്ങുമ്പം അതിന്റെ കടലോളം അവിടെ ഇപ്പം ചെറിയൊരു അവിടെ മാത്രം ഒരു ഇത് പറ്റിയ കുഴപ്പമില്ല, ഒന്നൊരു പ്രശ്നമേ അല്ല കമ്പയറിംഗ് ടു ദ പ്രോഗ്രസ്. സോ ഓവറോൾ ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. അമേസിംഗ് സിംഗർ. യു ആർ എൻ അമേസിംഗ് ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹായ് അനുഷ്ക കുട്ടി. ഹായ്. മോൾക്ക് അച്ഛനോടുള്ള ആ സ്നേഹം മുഴുവനും ആ പാട്ടിലൂടെ പ്രകടിപ്പിച്ചു, ശരിയല്ലേ? ഇടയ്ക്ക് അങ്ങനെ നോക്കണ്ടായിരുന്നല്ലോ അവിടെ. അത് ആ പാട്ടില് ഒരു ഭയങ്കര ഇൻബിൽറ്റ് നല്ലൊരു സംഭവമുണ്ട്, അത് കംപ്ലീറ്റ് കൊണ്ടുവന്നു മോള്. താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ ആയി പാടി മോളെ. താങ്ക് യു. വിത്ത് പെർഫെക്ഷൻ, ക്ലീൻ ആയിരുന്നു, താങ്ക് യു നല്ല സർ. പ്ലസന്റ് ആയിരുന്നു. ഇറ്റ്സ് നോട്ട് ആൻ ഈസി സോങ് ടു സിംഗ് ഓൺ സ്റ്റേജ്. യെസ്. സോ യു മാനേജ് ഇറ്റ് വെരി വെൽ. ബെസ്റ്റ് ഓഫ് ലക്ക് മോളെ. താങ്ക് യു സർ. അനുഷ്ക, എന്താ? എനിക്ക് ഈ പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്താണെന്നറിയാം? അച്ഛനെയാണ് ഇഷ്ടപ്പെട്ടത്. എന്ന് പറഞ്ഞെന്താ, എന്നച്ഛൻ എന്ന് വരുന്ന ഇടമില്ലേ, അത് ഗംഭീരായിരുന്നു. താങ്ക് യു സർ. ആദ്യം പല്ലവിയിലുള്ള അച്ഛൻ നന്നായിരുന്നു, പക്ഷെ അനുപല്ലവിയിലും ചരണത്തിലുള്ള അച്ഛൻ, ഫിനിഷിംഗ് അല്ലേ? ഫിനിഷിങ് അച്ഛൻ, ആ. ആ സൈലൻസിൽ വരില്ലേ, ഓ ആ നോട്ട് അവിടെ വരുമ്പോഴുണ്ടല്ലോ. ബ്ലിസ്. കാണിപ്പൊന്നിൻ കമ്മലണിഞ്ഞ് കൊന്നി മണിമാലയണിഞ്ഞ് കൊഞ്ചി കൊഞ്ചി കുറുമ്പുമ്പോൾ പുഞ്ചിരി പായ കുറുക്കുന്നൊരോർമ്മ എന്നച്ഛൻ. ബ്ലിസ് സത്യം. എക്സ്റ്റസി എന്നൊക്കെ പറയുന്ന സാധനമാണ് അത്. മോള് സൂപ്പറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു സർ. മാത്രമല്ല, ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ആദ്യം ഇവിടെ വന്നപ്പോഴത്തേക്കും പറഞ്ഞില്ലേ, അതായത് എൻ്റെ ഒരു ഓട്ടോഗ്രാഫ് വേണം എന്നൊക്കെ പറഞ്ഞ് ഓടി ഇവിടെ വന്നില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്കും ശരിക്ക് ഈ അച്ഛനെ പോലെ ഒരു അച്ഛന്റെ മനസ്സ് എനിക്കുണ്ട് ഈ പാട്ട് കേൾക്കാൻ. അപ്പൊ അനുഷ്ക കുട്ടി അത്രയും നന്നായിട്ട് പാടണമെന്ന് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താങ്ക് യു സർ. അത് കൃത്യമായിട്ട് അത് സംഭവിച്ചെന്നുള്ളതാണ്. ചില നോട്ട്സ് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇപ്പൊ കടലോളം തുടങ്ങുന്നില്ലേ, അത് കൃത്യം നോട്ട് എങ്ങനെയാണ്? കടലോളം യെസ്. വാത്സല്യം. ഓക്കെ, ഇപ്പൊ കറക്റ്റ്. യെസ്. അപ്പൊ ആദ്യം വന്നപ്പോഴത്തേക്കും എന്തോ ഒരു സംശയം പോലെ തോന്നി, അത് ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു സ്ഥലം, ആയത്തിലാട്ടുന്ന പാട്ട്, അതെങ്ങനെയാ? അമ്മ കിളിയില്ല കൂടാകും വീട്ടില് ചെല്ലക്കുഞ്ഞിൽ നിന്നും കൂട്ട് ആലോലം തുമ്പത്തൊരു ഞാലിട്ടാടുമ്പോൾ ആയത്തിലാട്ടുന്ന പാട്ട്. ഇപ്പൊ കറക്റ്റ്. ആദ്യം പാടിയപ്പോ ആ പാട്ട് എന്തോ ആ നോട്ട് എന്താണെന്ന് മനസ്സിലായില്ല. ഓരോ നോട്ടിന്റെയും ഉള്ളില് ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ട്. ആ ഹാർട്ട് ബീറ്റിനെ ടച്ച് ചെയ്യുമ്പോഴാണ് ആഹാ എന്ന് പറയാൻ പറ്റുന്നത്. അതാണ് ഞാൻ അച്ഛൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ആ നോട്ടില്ലേ, അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പിടിച്ചടാ. അയ്യോ, കാലം മെല്ലെ കഴുകുമ്പോൾ ദൂരെ നിന്നോ മരിക്കുന്നൊരോർമ്മ എന്നച്ഛൻ. അപ്പത്തേക്കും ഞാനിങ്ങനെ അദ്ദേഹത്തിനെ നോക്കി, അദ്ദേഹത്തിന്റെ കണ്ണിലും അത് കാണാൻ പറ്റും, ആ സ്നേഹം. കടലോളം വാത്സല്യം താരാട്ടായി തരുമച്ഛൻ. കടലോളം വാത്സല്യം അത് അച്ഛന് തരാൻ പറ്റുന്നതാണ്. ഞാൻ അമ്മയെ പറ്റി ഇതുപോലെ ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഓ മനെ ഉണ്ണി നിന്നെ ഓർത്തിരിപ്പു ഓരമ്മ താമരേ. കേട്ടിട്ടുണ്ട് ഈ പാട്ട്? യെസ്. ആ, ഇങ്ങനെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. അത് അമ്മയെ പറ്റിയാണ്, ഇത് അച്ഛനെ പറ്റിയാണ്. സുജു പാടിയത്. സുജു അല്ലേ പാടി? സുജാത ചേച്ചി പാടിയത്. സുജിജിയും നിഷാദും കൂടെ പാടിയ പാട്ടാണ്. അതിന്റെ ആദ്യ പഞ്ചാര ഉമ്മ തരാം വാ വാ എന്ന ഭാഗമുണ്ട്. അത് പാടിയിരിക്കുന്നത് നമ്മുടെ ബിന്നിയുടെ മകളാണ്, ശിവാംഗിയാണ്. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. അച്ഛന്റെ മോൾക്ക് അനുഷ്കിന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 98.5 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത ദിവസം കാണാം. ബൈ. താങ്ക് യു. ഡെഡിക്കേഷൻ റൗണ്ട് അല്ല, ഒരു ഡ്യുവറ്റ് റൗണ്ട് ആണ്. Okay. പക്ഷെ ഇനി വരാൻ പോകുന്ന പാട്ട് നമ്മൾ ടോപ്പ് സിംഗറിന്റെ വക.
ഉണ്ണിയങ്കളുടെ കംബാക്കിന് വേണ്ടിട്ട് ഉണ്ണിയങ്കളിന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓ അതെന്താണെന്ന് വന്നു കഴിയുമ്പോൾ അതെന്താണെന്ന് വന്നു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമുക്ക് രണ്ടാൾക്കാരെ വിളിക്കാം. ഡ്യുവറ്റ് പെർഫോമൻസ് ആണ്. ലെറ്റ്സ് വെൽക്കം അകേതിക്കുട്ടി ആൻഡ് ജഗത് ഓൺ സ്റ്റേജ്. വെൽക്കം. എന്തൊരു സന്തോഷം. സ്മാർട്ട് ആയിട്ട് വരുമല്ലേ. ഹായ് ഗൈസ്. ഹലോ. അകൈതി എന്തോ ഒരു മേക്ക് ഓവർ ആണല്ലോ. കൊള്ളാട്ടാ. താങ്ക് യു. ക്യാപ്റ്റൻ യെസ്. എങ്ങനെയുണ്ട്? ഭയങ്കര പ്രിറ്റി ആയിരിക്കുന്നു. ഉണ്ണിച്ചേട്ടോ എങ്ങനെയുണ്ട്? ഞാൻ വിചാരിച്ചു ഏതോ ഹിന്ദി ഫിലിം ആക്ട്രസ്. ആ വരവല്ലേ രണ്ടുപേരുടെ വരവും കോസ്റ്റ്യൂമും ഭയങ്കര രസമുണ്ട്. ആ ഫ്ലവേഴ്സ് ഒക്കെ മൊത്തം റോസാപ്പൂ ഡ്രസ്സില് മുടിയിലൊക്കെ രണ്ടാളും നല്ല സ്റ്റൈലിഷ് ആയിരുന്നു. തിരിഞ്ഞ് ആഹാ. സബാഷ് സബാഷ്. ജഗത് കിഷോര ചന്ദ്രശേഖര എന്താടേ വിശേഷം? നല്ല വിശേഷം. ആണോ? ബ്രേക്ക് ഒക്കെ കിട്ടിയില്ലേ? അപ്പൊ എന്ത് സംഭവിച്ചു? എനക്കൊരു ഡ്രസ് ഗിഫ്റ്റ് കിട്ടി. അതാണ് ഈ ഡ്രസ്. ആരാ തന്നു? കൃഷ്ണേന്ദു ആന്റി. കൃഷ്ണേന്ദു ആന്റി. അതേത് ആന്റിയാ? ഈ ടോപ്പ് സിംഗർ സീസൺ 3 ലിറ്റിൽ ഏഞ്ചൽ ആയിട്ടുണ്ടായ പാർവണ രൂപേഷിന്റെ അമ്മ. അത് ശരി ശരി. ആഹാ. നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട് രണ്ടുപേരും. ഡ്യുവറ്റ് റൗണ്ട് അല്ലേ? ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? എന്താണ്? ഉണ്ണിമേനോൻ സാറിന്റെ കോസ്റ്റ്യൂമുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ്യൂമായിട്ട് ബന്ധപ്പെട്ട പാട്ട്. ഉണ്ണിമേനോൻ സാറും ചിത്താമ്മയും പാടിയ പാട്ടുമാണ്. ഓക്കെ. കോസ്റ്റ്യൂമായിട്ട് ബന്ധപ്പെട്ട എല്ലാരും അതിലേക്കായി പോയി. വേണമെങ്കിൽ എന്റെ കോസ്റ്റ്യൂം നോക്കിക്കോ. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? പൂക്കൾ. ഉണ്ണിമേനോൻ സാറ് പാടിയ പാട്ടാ. ചെമ്പനീർ പൂവിരുത്തു. ചെമ്പനീർ പൂവല്ല. പിന്നെ ഏതായിരിക്കും? എനിക്കറിയില്ല, ഞാൻ തോറ്റു. കാലം. 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 ഇല്ല, അത് മിക്സ് ചെയ്യണേ രണ്ടു വാക്കും കൂടി. കാലം. കാലം. ഭയങ്കര ടഫായിരുന്നു. ഞാൻ നിങ്ങളോട് മൂന്നാളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. പക്ഷെ എനിക്കൊരിതുണ്ട്. മീനാക്ഷി ചേച്ചി ഉത്തരം പറയാം. ഒരിക്കലില്ല. മീനാക്ഷി ചേച്ചിക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു ചേച്ചി അറിയില്ലെങ്കിൽ അവർക്ക് അറിയില്ലെങ്കിൽ പറയണേ. ഒരു വിമാനം. വിമാനത്തിൽ 10 ഇഷ്ടിക ഉണ്ട്. 10 ഇഷ്ടികന്ന് ഒരു ഇഷ്ടിക വീണത്ര. അത് സിമ്പിൾ ആണ്. 9. അതൊക്കെ ഇനിയുള്ളതാണ് കുഴപ്പം. അടുത്തത് ഒരു ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജില് ഒരു ജിറാഫിനെ കേറ്റണം. എങ്ങനെ കേറ്റും? ഫ്രിഡ്ജ് തുറന്നിട്ട്. ഫ്രിഡ്ജ് തുറന്നിട്ട് ജിറാഫിനെ അകത്ത് വെക്കും. ഗുഡ് അല്ലേ? ശരിയാ. ഫ്രിഡ്ജ് തുറന്ന് അതിലുള്ള സാധനങ്ങൾ പുറത്ത് വെച്ചിട്ട് ജിറാഫിനെ കേറ്റും. അതിൽ ഓൾറെഡി സാധനങ്ങളുണ്ടോ? അപ്പൊ ഒരു ആന വന്നു. അപ്പൊ ആനേനെ ഇനി എങ്ങനെ ആ ഫ്രിഡ്ജ് കേറ്റും? കണക്റ്റിംഗ് ആട്ടോ ചോദ്യങ്ങളൊക്കെ. ആർക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ മീനാക്ഷി ചേച്ചി മാത്രം പറയാം. എന്റെ പരീക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് അറിയാവുന്ന ഒരു ജിറാഫിനെ പുറത്തെടുത്തിട്ട് ആനേനെ ഉള്ളിൽ വെക്കും. അങ്ങനെ സിമ്പിൾ കണക്ഷൻസ്. അടുത്തത് എന്ന് വെച്ചാല് കാട്ടിലെ രാജാവ് സിംഹാണല്ലോ. സിംഹം എന്ത് ചെയ്തു? സിംഹം ഒരു പാർട്ടി വെക്കാൻ വിചാരിച്ച എല്ലാ ഇതിനും കൊണ്ട് എല്ലാ മൃഗങ്ങളെ വെച്ച് പാർട്ടി വെക്കാൻ. അങ്ങനെ ഒരു പാർട്ടി വെച്ച് അപ്പൊ ഒരാള് മാത്രം വന്നില്ല. ആര്? അറിയില്ലെങ്കിൽ മീനാക്ഷി ചേച്ചി. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചുപ് രഹോ. ഞാൻ പറയാം. അപ്പൊ ആനയ്ക്ക് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു മുതലക്കുളണ്ട്. മുതലക്കുളത്തിന്റെ അപ്പുറത്ത് ഒരു അമ്മൂമ്മ നിൽക്കുന്നുണ്ട്. വയസ്സായ അമ്മൂമ്മ. അമ്മൂമ്മ എങ്ങനെയാ മുതലക്കുളം കടന്നു പോകും? തോണിയില്. തോണിയൊന്നുമില്ല. പക്ഷെ അത് മുതലക്കുളാ. അയ്യോ അതെനിക്കും അറിയത്തില്ല കേട്ടോ. ഞാൻ രാജാവ് മീറ്റിങ്ങിന് വിളിച്ചപ്പം മുതലേ പോയി കാണും. അപ്പൊ മുതലുണ്ടാവില്ലല്ലോ അവിടെ. അപ്പൊ അങ്ങനെ കടക്കും. അപ്പൊ അമ്മൂമ്മ എന്ത് ചെയ്തു? അത് മറികടന്ന് പോയി. പക്ഷെ ഒരു കാര്യം ഉണ്ടായി. അമ്മൂമ്മ അവിടെ എത്തിയ പാടെ അമ്മൂമ്മ മരിച്ചു വീണു. കാരണം എനിക്കറിയാം. വയസ്സായി. അല്ല ഞാൻ പറഞ്ഞു. മീനാക്ഷി ചേച്ചി ആ ഇഷ്ടിക തലേ വീണ്. ഇതെന്നെ പറയിപ്പിച്ചില്ലായിരുന്നു. ഞാൻ ആദ്യം ഫ്ലൈറ്റിൽ നിന്ന് വീണ ഇഷ്ടിക ഇപ്പോഴാണ് സ്ലോ മോഷനിൽ വന്ന തലേ ഒരു രക്ഷയില്ലട്ടാ. സ്പേസിൽ വീണതാ. സ്പേസിൽ വീണു. അതെ. ഭയങ്കര ചോദ്യം കേട്ടാ. ഇത് ഭയങ്കര ഉത്തരം. പൂക്കാലം വന്നു. പൂക്കാലം തലക്കകത്ത്. ഹലോ, ആ പൂക്കാലം പാട്ടൊന്ന് പാടാം. ഡീറ്റെയിൽസ് പറ. ഡീറ്റെയിൽസ്. സിനിമ ഗോഡ് ഫാദർ. വർഷം 1991. മ്യൂസിക് എസ് ബാലകൃഷ്ണൻ സാർ. ലിറിക്സ് ബിച്ചു തിരുമല സാർ. അഭിനയിച്ചത് മുകേഷ് അങ്കിളും കനക ആന്റിയും.
പാടിയത് നമ്മളുടെ ചിത്രാമ്മയും ഉണ്ണിമേനോൻ സാറും. താങ്ക് യു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് രണ്ടുപേരും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തളിർച്ചിലത്തുമ്പിൽ കുണുങ്ങുന്നു മെല്ലെ കുരുക്കുത്തിമുള്ള പൂക്കാലം വന്നു പൂക്കാലം തേനുണ്ടോ തുള്ളി തേനുണ്ടോ കോർക്കും പൂക്കാലരാവിൽ പൂക്കും നിലാവിൽ പൂത്താരകങ്ങൾ പൂത്താലി കോർക്കും പൂക്കാലരാവിൽ പൂക്കും നിലാവിൽ ഉടയും കരിവളത്തൻ ചിരിയും നീയും പിടയും കരിമിഴിയിൽ അലിയും ഞാനും തണുത്ത കാറ്റും ിണങ്ങിയും മെല്ലെ പിണങ്ങിയും ചൊല്ലി പൂക്കാലം വന്നു പൂക്കാലം തേനുണ്ടോ തുള്ളി തേനുണ്ടോ പൂത്തുമ്പി ചെല്ല പൂത്തുമ്പി ചൂടുണ്ടോ നെഞ്ചിൽ ചൂടുണ്ടോ ചൂടി നിൽക്കും പൂവാകയിൽ നാം പൂമേട തീർക്കും പൂങ്കാറ്റിനുള്ളിൽ പൂച്ചൂടി നിൽക്കും പൂവാകയിൽ നാം പൂമേട തീർക്കും ഉണരും പുതുവെയിലിൻ പുലരിക്കൂടിൽ പടരും മറുമലരിൻ നിഴലിൻ ചൂടിൽ പറന്നിറങ്ങും മധുകണം ഒരു പരിമളം ഒരു കുളിരല ഇരു കരളിനും പൂക്കാലം വന്നു പൂക്കാലം തേനുണ്ടോ തുള്ളി തേനുണ്ടോ പൂത്തുമ്പി ചെല്ല പൂത്തുമ്പി ചൂടുണ്ടോ നെഞ്ചിൽ ചൂടുണ്ടോ കുരുനില കൊണ്ടൻ മനസ്സിൽ എഴുനിലപ്പന്തലൊരുങ്ങി ചിറകടിച്ചതിനകത്തിൻ ചെറുമഞ്ഞ കിളിക്കുറുങ്ങി കിളിമരത്തിന്റെ തളിർച്ചിലത്തുമ്പിൽ കുണുങ്ങുന്നു
ഇതാണ് പൂക്കാലം. നമ്മുടെ ടോപ്പ് സിംഗറിലെ പാട്ടിൻ്റെ പൂക്കാലം എന്ന് പറയുന്ന ഇതാണ്. സംഗീതത്തിൻ്റെ എഴുന്നില പന്തലൊരുക്കി ഇങ്ങനെ ചിറകടിച്ച് പാറുകയാണ് നമ്മുടെ 2 മക്കളും. അവിടെ ഇരിക്കാനേ പറ്റിയില്ല, അതാണ് ഇങ്ങനെ ഓടി വന്നത്. ഇവിടെ ഡ്യുവറ്റ് റൗണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രതീക്ഷിച്ചത് ഈ ഒരു തലത്തിലുള്ള ഒരു ഡ്യുവറ്റാണ്. വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ റിയലി റിയലി വണ്ടർഫുൾ. 2 പേരും പാടിയത് എനിക്ക് അത്രത്തോളം അങ്ങ് ബോധിച്ചു. പിന്നെ ഇത് ഉണ്ണിച്ചേട്ടൻ്റെ പാട്ടാണ്. ഉണ്ണിച്ചേട്ടന് ഒരു വലിയ സലാമുണ്ട്. താങ്ക് യു. ഇത്തരം പാട്ടുകളൊക്കെ എത്രയും പെർഫെക്ഷനിൽ പാടി ആ ശബ്ദം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. താങ്ക് യു കുട്ടി. അപ്പോൾ ആ ഒരു പാട്ട് വീണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ അടുത്ത ജനറേഷനാണ് ചേട്ടാ. നമ്മുടെ അടുത്ത ജനറേഷൻ, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ടോർച്ച് ബെയറേഴ്സാണ് ഇവർ. അവരേറ്റെടുക്കുന്ന പാട്ടാകുന്നു പൂക്കാലം എന്നുള്ളത്. അല്ലെങ്കിൽ ഇൻ ഹരിഹർ നഗറിലെ ഏകാന്ത ചന്ദ്രിക എന്നുള്ള പാട്ട്. അതുപോലെ ഉണ്ണിച്ചേട്ടന് എത്രയോ എത്രയോ പാട്ടുകളുണ്ട്. ഉണ്ണിച്ചേട്ടാ, ഈ വേദിയിൽ വെച്ചിട്ട് അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അത്രയ്ക്ക് ഇഷ്ടമായി എനിക്ക് ഇവർ പാടിയത്. ഇവരോടുള്ള സ്നേഹം ഇപ്പൊ 100 ടൈംസ് കൂടി. അതെ, 2 ജഗത്തെ പൊളിച്ച്. അതുപോലെ തന്നെ അകൈതി കാലയ്ക്ക് പൊളിച്ച് തിമിർത്തി കിടക്കി. ഉണ്ണിച്ചേട്ടാ, അകൈതി കുട്ടി ആൻഡ് ജഗത് കിഷോർ, ഇവരുടെ ഈ പാട്ട് ശരിക്കും എന്നെ ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി, ഒരുപാട് വർഷങ്ങൾക്ക് പിന്നാലേക്ക് കൊണ്ടുപോയി. 1991 എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. 34 years. വെരി നോസ്റ്റാൾജിക്. ഇൻഫാക്ട് ഒരു ഭയങ്കര ഇമോഷണലാണ് വാസ്തവത്തിൽ. എസ് ബാലകൃഷ്ണൻ എന്ന ഒരു സൂപ്പർ മ്യൂസിഷ്യൻ, അദ്ദേഹത്തിൻ്റെ 4 or 5 പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. ഇത് ഏകാന്ത ചന്ദ്രികയെ. അദ്ദേഹം ഒരു സൂപ്പർ മ്യൂസിഷ്യൻ ആയിരുന്നു, ഫ്ലൂട്ടിസ്റ്റ് ആയിരുന്നു ബേസിക്കലി. ഒരുപാട് തമിഴ് ഫിലിംസ് ഓൾസോ ഹി ഹസ് ഡൺ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി ഈസ് നോ മോർ വിത്ത് us now. അപ്പോൾ ഈ പാട്ട് പാടിയതിന് ഐ തിങ്ക് വി ഷുഡ് താങ്ക് ബോത്ത് ദിസ് കിഡ്സ് ആൻഡ് ജഗത്. കാരണം ഈ പാട്ട് എത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പാട്ട് എടുത്തിട്ട് ഞാനിവിടെ ഇരിക്കുമ്പോൾ തന്നെ അത് പാടുക എന്ന് പറയുമ്പോൾ എനിക്കതൊരു വലിയൊരു അഭിമാനമായിട്ട് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. ഐ എം ഓവർ ജോയ്ഡ് ഇൻഫാക്ട്. വളരെ പെർഫെക്ഷനോട് കൂടി ക്ലീൻ ആയിട്ട് പാടി 2 പേരും. ബ്യൂട്ടിഫുൾ ആയി പാടി. ഇതിനെ പറയുന്നതാണ് യെസ്, പാടിയ ആള് തന്നെ പറയല്ലേ. 2 പേരും കുഞ്ഞു കുഞ്ഞു സംഗതികളൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പാടിയത്. ഫിനിഷിംഗ് സംഗതീസ് ഒക്കെ 2 പേരും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ആൻഡ് ലെറ്റ്സ് ഡെഡിക്കേറ്റ് ദിസ് സോങ് ടു എസ് ബാലകൃഷ്ണൻ, ദ മ്യൂസിക് ഡയറക്ടർ ഹു ഈസ് നോ മോർ വിത്ത് us. യെസ്, താങ്ക് യു സോ മച്ച് മോളെ. മോനു, എന്ത് വേണം ഇതിനപ്പുറം? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? കറക്റ്റ് അല്ലേ? അല്ലേ അകൈതി കുട്ടി? അതെ. ഇവിടെ ഇരുന്ന MJ സർ ഓടിച്ചാടി അവിടെ എത്തി പാട്ട് കഴിയുമ്പോഴത്തേക്കും. എന്തായാലും കിടു. യെസ്, എനിക്ക് അത്രേ ഉള്ളൂ പറയാൻ. എനിക്കൊന്നും പറയാനില്ല, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാനിവിടെ പ്രോഗ്രസ് കാണുന്നു. 2 പേരും ഓരോ പാട്ട് കഴിയുമ്പോഴും ഫീല് വരുന്നു, പാട്ടിന് നോട്ട്സ് വൃത്തിയാവുന്നു, താളം കറക്റ്റ്, ശ്രുതി കറക്റ്റ്. ഒന്നും പറയാനില്ല. ഈ പ്രോഗ്രസ് ആണ് വേണ്ടത്. അത് കാണുമ്പോഴാണ് പ്രൗഡ് ആവുന്നത് 2 പേരുടെ. ഓക്കെ, മുത്തുമണികൾ. പൂങ്കാറ്റിനുള്ളിൽ പൂച്ചൂടി നിൽക്കും പൂവാകയിൽ നാം പൂമേട തീർക്കും. പൂങ്കാറ്റിനുള്ളിൽ പൂച്ചൂടി നിൽക്കും പൂവാകയിൽ നാം പൂമേട തീർക്കും. ഉണരും പുതുവെയിലിൻ പുലരിക്കൂടിൽ പടരും മറുമലരിൻ ഇതളിൻ ചൂടിൽ പറന്നിറങ്ങും ഇണക്കിളി നിൻ കുരുന്നു തോവൽ പുതപ്പിനുള്ളിൽ തേടുന്നു തേടുന്നു വേനൽക്കുടിൽ. ഒരു മധുകണം, ഒരു പരിമളം, ഒരു കുളിരല, ഇരുകരളിനും പൂക്കാലം വന്നു പൂക്കാലം. തേനുണ്ടോ തുള്ളിത്തേനുണ്ടോ പൂത്തുമ്പി ചെല്ലപ്പൂത്തുമ്പി. ചൂടുണ്ടോ നെഞ്ചിൽ ചൂടുണ്ടോ. ഇത് നമുക്ക് എപ്പോഴും ഓർമ്മിക്കാവുന്ന ഒരു ശരിയായ ഒരു മൂമെന്റ് ആണ് അല്ലേ കുട്ടൻ? വെരി ബ്യൂട്ടിഫുൾ. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പാടിയ ഒരു പാട്ട് ഇപ്പോഴത്തെ ജനറേഷൻ നമ്മുടെ മുമ്പിൽ നിന്ന് അത് മനോഹരമായിട്ട് പാടുക. സൂപ്പർ പെർഫെക്ഷനിൽ എൻജോയ് ചെയ്ത് ഒരു എന്റർടൈൻമെന്റ് കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്ത് ഇവിടെ ഒരു പൂക്കളുടെ മഴ പെയ്ത പോലെയാണ്. യെസ്, ശരിക്കും അല്ലേ? അപ്പോൾ അത്രയും നല്ലൊരു എന്റർടൈൻമെന്റ് തന്ന അകൈതി കുട്ടി ആൻഡ് ജഗത്, ഐ തിങ്ക് വി ഷുഡ് ഗീവ് ദം സൂപ്പർ മാർക്സ് ഓൾസോ അല്ലേ? യെസ്, ലെറ്റ്സ് ഡു ദാറ്റ്. യെസ്. സോ മധുരമഴ പെയ്യുമോ ഇല്ലയോ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അകൈതി കുട്ടി ആൻഡ് ജഗത് കിഷോർ will be getting 100 out of 100.
പോരട്ടെ അങ്ങനെ ഒരു മധുരമഴ. അപ്പോ ജഗത് കുട്ടന്റെയും അഖേദി കുട്ടിയുടെയും ഫസ്റ്റ് 100 ആണ് ഇന്ന് സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരുടെ ലൈഫിലെ പൂക്കാലമാണത്. അതെ അതെ. Yes. ഒത്തിരി സ്പെഷ്യൽ ആണ് അപ്പൊ അല്ലേ? അതെ. യെസ്. ഏറ്റവും അധികം സന്തോഷം എന്താണ് എന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, പാട്ടിന്റെ കൂട്ടുകാരായ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. അത് ഈ കുഞ്ഞുങ്ങൾ പാടുമ്പോഴുണ്ടാവുന്ന ആനന്ദം മാത്രമാണ്. അതാണ് നമ്മളെ അവിടെ ഇരുത്തുന്നത്, നമുക്ക് എനർജി തരുന്നത്, മുന്നോട്ട് പോകാനായിട്ട് ടോപ്പ് സിംഗറിനെ നയിക്കുന്നതും അത് തന്നെയാണ്, ആ ഭാവമാണ്. അപ്പൊ സൂപ്പറായി മക്കളെ അല്ലേ? നമുക്ക് നമ്മുടെ സീറ്റിലോട്ട് പോവാം അല്ലേ? മീനുട്ടി carry on. അതെ. പൂക്കാലം വന്നു പൂക്കാലം തേനുണ്ടോ തുള്ളിത്തേനുണ്ടോ പൂത്തുമ്പി ചെല്ലപ്പൂത്തുമ്പി ചൂടുണ്ടോ നെഞ്ചിൽ ചൂടുണ്ടോ. ആര്യ ചേച്ചി, ഇനി ഒരു ഡെഡിക്കേഷൻ റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വഴിയെ അറിയാം. അങ്ങനെ ഡെഡിക്കേഷൻസ് എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്പെഷ്യൽ ആണ്. അങ്ങനെ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനുമായിട്ട് നമ്മുടെ ഇവിടെ ഡെഡിക്കേഷൻ റൗണ്ടിൽ ദിയക്കുട്ടി എത്തുകയാണ്. ലെറ്റ്സ് വെൽക്കം ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. ഹായ് ദിയ. ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. എന്താണ് സ്പെഷ്യൽ ഇന്ന്? ഡ്രസ്സൊക്കെ അത് ഡെഡിക്കേഷൻ റൗണ്ട് ആണ്. അപ്പോ ഞാൻ ടോപ്പ് സിംഗറിൽ വരാൻ മെയിൻ കാരണം എന്റെ മാഷാണ്. അപ്പൊ മാഷിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യണേ. വെരി ഗുഡ്. ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഓ, അതാണോ അങ്ങോട്ടേക്ക് നോക്കുന്നത്? ഹലോ. എനിക്ക് വിനോദ് ജിയെ നന്നായിട്ട് അറിയും, പഴയ കാലത്തൊട്ട് അറിയും. അദ്ദേഹം ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷം. മോനാണല്ലേ? മോനാണ് മാഷ്. അതെ. ഇതെങ്ങനെയാണ് മാഷ് എന്ന് വിളിക്കുന്നത്? അത് എനിക്ക് ഫിലിം സോങ്സ് ഒക്കെ പഠിപ്പിച്ചു തരും. അത് ശരി, പാട്ട് പഠിപ്പിക്കുന്ന മാഷാണ്. അതെ. അത് ശരി ശരി. അപ്പൊ മോൻ പാട്ടുകാരനാണല്ലോ, അതല്ലേ? ഐഡിയ സ്റ്റാർസിംഗിൽ പാടിയിട്ടുണ്ടോ? ഉണ്ടായിരുന്നു സാർ. അതാണ് വിനോദ് ജിയുടെ മകനാണ് എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഏത് സീസണിലാണ്? ഞാൻ സീസൺ 9 സാർ. സീസൺ 9. അതെ. അപ്പൊ ഞാൻ ഉണ്ടായിരുന്നില്ല. ഇല്ല. നന്നായി. സാറിന് ആദ്യമായിട്ടാണ് കാണാൻ ഒരു ഭാഗ്യം കിട്ടുന്നത്. നന്നായിരിക്കട്ടെ കേട്ടോ. താങ്ക് യു സാർ. എന്തായാലും മാഷിന്റെ ശിഷ്യാണല്ലോ. അപ്പൊ 2 ലൈൻ ഒന്ന് പാടാം. തീർച്ചയായും സാർ. മഴക്കാലം എനിക്കായി മയിൽ ചേലുള്ള പെണ്ണെ നിന്നെ തന്നെ മിഴി നോക്കി മനമാകെ കതിരാടുന്ന സ്നേഹം ഞാനറിഞ്ഞേ പറയാനും വയ്യ പിരിയാനും വയ്യ പല നാളും ഉറങ്ങാൻ കഴിഞ്ഞില്ല മഴയേ തൂമഴയേ വാനം തൂവുന്ന പൂങ്കുളിരേ വാനം തൂവുന്ന പൂങ്കുളിരേ കണ്ടുവോ എൻ്റെ കാതലിയേ. മാഷ ആള് കൊള്ളാലോ. താങ്ക് യു. ഇങ്ങനെയുള്ള മാഷിന്റെ ശിഷ്യയായിട്ടുള്ള ദിയക്കുട്ടി മാഷ്, ദിയക്കുട്ടി മാഷ്, ദിയക്കുട്ടി. നമുക്കൊരു വീഡിയോ കാണാം. കൊറേ നാളായി നമ്മള് കണ്ടിട്ടില്ലേ? ടീച്ചറേ, ഇവളിപ്പോ വലിയ സ്റ്റാറല്ലേ? ഇവളെ നമ്മളിപ്പോ ടിവിയിൽ മാത്രല്ലേ കാണുള്ളൂ. മിസ്സേ ദിയ ആദ്യം നമ്മളെ പഠിക്കും പോലും നമുക്ക് പാട്ട് പാടി തരൂല. എത്ര പറഞ്ഞാലും പാട്ടും പാടൂല. പോളിപ്പോയിടുള്ള സ്ഥിതിക്ക് നമ്മളെപ്പോ പാട്ട് പാടിയിട്ട് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് ഓളെ വിടുള്ളൂ. അത് സത്യാദിയ കേട്ടോ. ഒരു പാട്ട് പാടിയിട്ട് പോയാ മതി. മുകിലോ പുതുമഴ മണിയോ തൂവേലോ ഇരുളല നിഴലോ അറയിൽ നിന്നു നീന്ന ചാരുത അറിയാമിന്നിതാണെന്റെ ചേതന നിറയോ
അതിശയകര ഭാവം. ഇപ്പൊ ദിയനെ പറ്റി പറയുകയാണെങ്കിൽ അവള് ചെറുപ്പത്തിൽ പതിയെ സംസാരിക്കുക, പറയുന്നത് ആർക്കും മനസ്സിലാവില്ല. അങ്ങനെ പാട്ട് പഠിക്കാൻ വേണ്ടി മട്ടന്നൂർ ചിദംബരം കലാക്ഷേത്രത്തിൽ ചേർത്ത് പഴയുള്ള പ്രകാശ് മാഷ് അവളോട് പാടാൻ പറയുമ്പോൾ ഇപ്പോൾ മാഷ്ക്ക് പോലും മനസ്സിലാകാത്ത എത്ര പതിയോട് പാട്ട് പാടും സംസാരിക്കും. ഞാൻ വളരെ പതിയെ സംസാരിക്കുന്നതാണല്ലോ അച്ഛനിപ്പോ പറഞ്ഞ പരാതി. അച്ഛനിപ്പോ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾക്ക് എന്തേലും മനസ്സിലായോ? ഇല്ലല്ലോ. അച്ഛനെ പോലെ തന്നെയാണ് ഞാൻ. അച്ഛനും ശബ്ദം കുറവ്, എനിക്കും ശബ്ദം കുറവ്. എങ്കിലും അച്ഛനെക്കാളും ശബ്ദം എനിക്കുണ്ട്. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പണ്ട് എന്റെ മുത്തശ്ശി, പിന്നെ അമ്മ, പിന്നെ ഞാൻ, ഇപ്പൊ തെയ്യം. കണ്ണൂർ എവിടെ തെയ്യം ഉണ്ടോ അവിടെ ഞങ്ങളുണ്ടാവും. അത് ഞങ്ങളൊരു വിശ്വാസമാണ്. എനിക്ക് ശബ്ദം കുറച്ച് കുറവാ, പക്ഷെ എൻ്റെ പാട്ടിൻ്റെ എനർജി അത് ഈ തെയ്യം പോലെ തന്നെ ഫുൾ പവർ ആയിരിക്കും. ഞാൻ ദിയ രജി. വാട്ട് എ വീഡിയോ. ഇത് നമ്മുടെ ജാക്കിയും ആദർശം കൂടെ ചെയ്താണല്ലേ? ഗംഭീരാണ് കേട്ടോ. ഇന്ന് ഡെഡിക്കേഷൻ റൗണ്ട് അല്ലേ? അതെ. ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? മാഷിന്. ദാറ്റ് ഈസ് ഗ്രേറ്റ്. അപ്പോൾ മാഷിന് വേണ്ടിയിട്ട് ഏതാണ് പാട്ട്? ദേവകന്യക, സൂര്യതമ്പുരു. അപ്പൊ പോരട്ടെ, ഡീറ്റെയിൽസ്. ഫിലിം ഈ പുഴയും കടന്ന്, വർഷം 1996, പിന്നെ മ്യൂസിക് ജോൺസൺ മാസ്റ്റർ, പിന്നെ ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് ചിത്രമ്മ. ഞാന് യേശുദാസ് സാറിന്റെയും കൂടെ പഠിച്ചിട്ടുണ്ട്. രണ്ടും കേട്ട് പഠിച്ചു. മിക്സ് ആണോ? രണ്ടും കൂടെ. വെരി നൈസ്, വെരി നൈസ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. താങ്ക് യു. യെസ്.
യെസ് ദിയ, യെസ് സർ. വളരെ മനോഹരമായിരുന്നു. താങ്ക് യു. അതായത് ത്രൂ ഔട്ട് ദ സോങ് ഒരു പോയ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മാഷേനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കണം. അല്ല, മാഷ് പഠിപ്പിച്ചു കൊടുത്ത രീതി കൊണ്ടാണോ എന്താ അറിയില്ല, പക്ഷേ ഷീസ് കേപ്പബിൾ ഓഫ് സിംഗിങ് എനി നോട്ട്സ്. ആക്ച്വലി അധികം പഠിപ്പിക്കേണ്ടി വരാറില്ല. അധികം ഓൾറെഡി എനിക്ക് ആക്ച്വലി ഒരു ഇൻഎക്സ്പ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഭയങ്കര സന്തോഷം ഒന്നാമത് നീ അവിടെ ഒന്ന് പാടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കാണ് അത് കാണുമ്പോൾ. തീർച്ചയായും സാർ, എസ്പെഷ്യലി ഹൈ നോട്ട്സ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി, വളരെ ക്വിക്കായിട്ട് തന്നെ ക്യാച്ച് ചെയ്യുക ആളൊരു സോങ് കേൾക്കുമ്പോൾ തന്നെ. നല്ല ഗ്രാസ്പിംഗ് പവർ ഉള്ള കുട്ടിയാണ്. അത് കൂടാതെ മാസ്റ്റർ കോച്ചിങ് കൂടാതെ ഇവിടുത്തെ ഗ്രൂമേഴ്സും ബ്യൂട്ടിഫുൾ ആയിട്ട് മോളെ ഗ്രൂം ചെയ്തിട്ടുണ്ട്. ഏറ്റവും മനോഹരമായി പാടി. ഈ പാട്ടിൽ ഇനി ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല, അത്രയും ഭംഗിയായിട്ട് പാടി കഴിഞ്ഞു. മാഷ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഡെഡിക്കേഷൻ. ഹാറ്റ്സ് ഓഫ് ടു യു. ബെസ്റ്റ് ഓഫ് ലക്ക്. ഉണ്ണിച്ചേട്ടൻ ഇല്ലാത്ത സമയത്തെ ഇവിടെ മൊത്തം 100 100 on 100 എല്ലാം. ശരി, ഐ വോണ്ട് ടു താങ്ക് യു ദിയ. എന്താ വെച്ചാൽ 2 ഗൂസ് ബംസ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു എനിക്ക്. ഒന്നെന്ന് പറയുന്നത് നാഴിയിൽ മുളനാഴിയിൽ ഗ്രാമം നന്മ മാത്രം അളക്കുന്നു. ഇവിടെ സംഗീതത്തിന്റെ നന്മ മാത്രം അളക്കുന്ന ഇടമാണ്. വേറെ ഒന്നും ഇവിടെ പ്രശ്നമല്ല, ടാലന്റ് മാത്രം. വേറെ ഒരു കാര്യങ്ങളും ഇവിടെ പ്രശ്നമല്ല, ഒരു അജണ്ടയും ഇല്ല നമുക്ക്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അത് ഗൂസ് ബംപ് മോമെന്റ് എന്ന് പറഞ്ഞത്. അത് പാടിയത് പെർഫെക്റ്റ് ആയിരുന്നു. മറ്റൊന്ന് ഞാൻ പറയാം, ചരണത്തിൽ ലാസ്റ്റ് തങ്കനൂപുരം ചാർത്തുന്നു മണിത്തിങ്കൾ നൊയമ്പ് നോൽക്കുന്നു, അല്ലെ? പീക്കാണ്. അത് പീക്കാണ്. അതാണ് ഈ 2 മൊമെന്റ്സ് മറക്കാൻ പറ്റാത്ത രീതിയിൽ പാടിയിട്ടുണ്ട്. അത് മോളെ മനസ്സിലാക്കിയിട്ടാ. പിന്നെ ഒരു സജഷൻ മാത്രം പറയാം. അതായത് ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത് യേശുദാസ് സാറിന്റെ വേർഷനാണ്. അതിൽ കൂടുതൽ രാഗം അല്ലെങ്കിൽ കർണാടിക് ഛായയിലാണ് അദ്ദേഹം പാടിയിരിക്കുന്നത്. ചിത്ര ചേച്ചി പാടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കേട്ടിട്ടില്ല, അപ്പോൾ അതെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ആയതുകൊണ്ടായിരിക്കും ചില ഇടങ്ങളിൽ കർണാട്ടിക് ഛായ കുറച്ച് കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ വീശുന്നു എന്ന് പറഞ്ഞ സ്ഥലല്ലേ, അതെങ്ങനെ പാടുന്ന? മഞ്ഞളാടുന്ന പൊൻവേയിൽ മഞ്ഞു കോടിയൊടുക്കുന്നു കോടിയൊടുക്കുന്നു മഞ്ഞു കോടിയു മഞ്ഞു കോടിയൊടുക്കുന്നു വിണ്ണിൽ മേയുന്ന വെൺമൂകിൽ വിണ്ണിൽ മേയുന്ന വെൺമൂകിൽ വെള്ളിച്ചാമരം വീശുന്നു 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 എന്നാണ് ദാസാറ് പാടിയിരിക്കുന്നത്. അതാണ്, അങ്ങനെയാണോ ചിത്രചേച്ചി പാടിയെന്ന് പറഞ്ഞത്? അത് ഏത് വെർഷനാണ് പാടിയിരിക്കുന്നത്? അത് ചിത്രാമ്മയുടെ വെർഷനാണ്. ഓക്കെ, അപ്പൊ ഞാൻ കീഴടങ്ങി. അപ്പൊ അത് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ പാടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചില എലിമെന്റ്സ്, ആ രാഗത്തിന്റെ എലിമെന്റ്സ് വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ ഈ സംഗതി ഇത്തരം പാട്ടുകൾ പാടുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ ഇംപ്രസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ എക്സ്പ്രസീവ് ആവുന്നതായിട്ട് തോന്നും. പിന്നെ ഈ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഗിരീഷ് ഏട്ടനെ സത്യ കണ്ണില് ഇങ്ങനെ നിറയും. ഗിരീഷ് ഏട്ടൻ നേരത്തെ പോയത്. ഈ പാട്ടൊക്കെ നോക്കൂ, ഗിരീഷ് ഏട്ടൻ അല്ലാതെ ആർക്ക് എഴുതാൻ പറ്റും? വലിയൊരു നഷ്ടമാണ് ശരി. അത് ഞാനിങ്ങനെ ഈ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരുപാട് ഗിരീഷേട്ടനായിട്ടുള്ള മൂമെൻറ്റ്സ് ഞാനിങ്ങനെ എൻ്റെ മെമ്മറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ഓർമ്മകൾ, ആ ഓർമ്മകളും കൂടെ തന്നു കേട്ടോ. ഞാൻ പണ്ട് ഒരു സീരിയലിന് വേണ്ടി ചെയ്ത ഒരു പാട്ട്, അത് ദാസാറ് പാടിയതാണ്. അത് ഈ ശൈലിയിലുള്ള ഒരു പാട്ടാണ്. ഇന്നലെ പെയ്ത പൂമഴേ നിന്റെ മുത്തേനാൽ മുറ്റം മൂടുമ്പോൾ
പിന്നെയും കാറ്റിൻ കൈവിരൽ അല്ലിമുല്ലയെ തൊട്ടു പാടുമ്പോൾ അങ്ങനെ ഒരു പാട്ട് ഓർത്തു. അപ്പോൾ താങ്ക് യു. ഈ ഓർമ്മകളിലൂടെ എന്നെ കൊണ്ടുപോയതിന് അഭിമാന പുരസ്സരമായിട്ടുള്ള രീതിയിൽ ഈ പാട്ട് പാടിയത്. താങ്ക് യു. എന്ത് പെർഫെക്ഷൻ ആണെന്നറിയോ പാടുന്ന ഓരോ നോട്ടിനും. ഒരു ശ്രുതി മാറിപ്പോണില്ല, അല്ലെങ്കിൽ ഒരു വേർഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി പോകുന്നില്ല. ക്ലീൻ ആണ് പാടുന്ന എല്ലാം, സൂപ്പർ ക്ലീൻ. എനിക്ക് തോന്നുന്നു പെർഫെക്ഷനിസ്റ്റ് എന്ന് വിളിക്കാം അല്ലേ ഒരർത്ഥത്തിൽ. യു ആർ റിയലി ഗുഡ്. യു ആർ എൻ അമേസിംഗ് സിംഗർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇരുന്ന് കണ്ണടച്ച് ഇങ്ങനെ കേൾക്കുക, അത് മാത്രമേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഒരു റിക്വസ്റ്റാ പറയാനുള്ളത്, ആ വരി ഒന്നുകൂടെ പാടിത്തരുമോ? വെള്ളിയാഴ്ച പുലർച്ചയോ പുള്ളോർ പൂങ്കുടം കൊട്ടുന്നു, നാഴിയിൽ മുളനാഴിയിൽ ഗ്രാമം നന്മ മാത്രമളക്കുന്നു, നന്മ മാത്രമളക്കുന്നു. ഇത് ദിയക്കുട്ടീനെ കൊണ്ട് എന്തിനാ പാടിപ്പിച്ചറിയോ? അത് ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാതെ ദിയയുടെ വോയിസ് മാത്രം കേൾക്കണം എല്ലാവരും. കാരണം ആ ഡീറ്റെയിൽസ് അപ്പോഴാണ് കറക്റ്റായിട്ട് എന്താണ് അവൾ പാടുന്നത്, എത്ര എക്സ്പ്രഷൻസാ കൊടുക്കുന്നത് എന്ന് ക്ലിയർ ആയിട്ട് ദിയയുടെ വോയിസ് ഇങ്ങനെ പാടുമ്പോഴാണ് കേൾക്കുന്നത്. യു ആർ അമേസിംഗ് ദിയ. സൂപ്പർ ടാലന്റ്. ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. സോ വി വുഡ് ലൈക്ക് ടു ഗിവ് യു 99.5 ഔട്ട് ഓഫ് 100. ഓൾ ദ വെരി ബെസ്റ്റ്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. കുറച്ചുകൂടെ ഹാപ്പി ആവാനായിട്ട് ഒരു സംഭവം കൂടി ഉണ്ട്. നമ്മുടെ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ നമ്മുടെ ദിയക്കുട്ടിയാണ്. ആരാ ഗിഫ്റ്റ് തരേണ്ടത്? അവിടെ ഇരിക്കുന്ന 3 ആൾക്കാരിൽ ആരെ വിളിക്കണം? നമുക്കൊരു കാര്യം ചെയ്യാം, മാഷ് കൊടുക്കട്ടെ എന്ന് പറയുന്നു. അതും ശരിയാണ്. സ്പെഷ്യൽ ഡെഡിക്കേഷൻ. That's a great privilege. Yes. Amazing. ദിയക്കുട്ടിക്ക് ലില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഇത് ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. നേരത്തെ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾക്കും അതിനിവിടെ ഉണ്ടാവാൻ പറ്റിയതിൽ നമുക്കും ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ആര്യ ചേച്ചി, നമ്മളൊരു ഗുഡ് ഹാബിറ്റിനെ പറ്റി സംസാരിക്കാൻ പോവാണ്. എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു ഗുഡ് ഹാബിറ്റ് ആണ്. എന്താണത്? ബ്രഷ് ബിഫോർ ബെഡ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ തൊട്ട് കൃത്യമായിട്ട് ചെയ്യും അല്ലേ? കൃത്യമായി ചെയ്തിരിക്കും വാക്ക്. അങ്ങനെ ഒരുപാട് കുട്ടിത്താരങ്ങളെയും വലിയ താരങ്ങളുടെയും ഒക്കെ പാട്ട് നമ്മൾ കേട്ടു, ഒത്തിരി വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഇന്ന് തൽക്കാലത്തേക്ക് നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം ഇതേ സമയം നമ്മൾ വീണ്ടും കാണും. വരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ, സീ യു.